സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കുറേ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഇതിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ, ചോദ്യങ്ങൾ എന്തും ആകട്ടെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സെൻസെക്സ് ഒക്കെ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റിപ്പോ റേറ്റിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്ന് RBIയുടെ പോളിസി അനൗൺസ്മെൻറ്റ് വന്നതോടുകൂടി മാർക്കറ്റിൽ കാര്യമായ മുന്നേറ്റമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. പതിവ് പോലെ താഴോട്ട് പോകുന്ന മാർക്കറ്റ് താഴോട്ട് തന്നെ അതിൻ്റെ യാത്ര തുടർന്നു എന്നുള്ളതാണ് സത്യം. ദെൻ LICയുടെ ക്വാർട്ടർലി റിസൾട്ട് വന്നിട്ടുണ്ട്. 9% ലാഭവർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏഷ്യർ മോട്ടോഴ്സ് ക്വാർട്ടർലി റിസൾട്ട് നെറ്റ് പ്രോഫിറ്റിൽ 20% വർധനവാണ് വന്നിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നെറ്റ് പ്രോഫിറ്റ് 77%. ഈ കൊച്ചിൻ കപ്പൽ നിർമ്മാണശാല എന്ന് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച ആ ഒരു കൊച്ചിൻ ഷിപ്പ്യാർഡ് 77% ഒരു ലാഭവർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ABB ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 50% വർദ്ധിച്ചിട്ടുണ്ട്. പേജ് ഇൻഡസ്ട്രീസ് 4% പ്രോഫിറ്റ് വർധനമാണ് Q1 റിസൾട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. RVNL ഇന്ന് 5% ഇടിഞ്ഞു. കാരണം ക്വാർട്ടർലി റിസൾട്ട് പ്രതീക്ഷിച്ച പോലെ ഒന്നും വന്നില്ല. 34% ലാഭത്തിൽ 34% ഇടിവാണ് RVNL രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 24,225 ട്രേഡ് ചെയ്യുന്നു. ഓപ്പണായ സ്ഥലത്ത് നിന്ന് 56 പോയിന്റ് ഗ്രീനിലാണ് ഇപ്പോൾ ഉള്ളത്. നിക്കിയും ഹാങ്സങ് ഒക്കെ നിക്കി 258 പോയിന്റ് റെഡിലാണ്, ഹാങ്സങ് 13 പോയിന്റ് ഗ്രീനിലാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 48 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 261 പോയിന്റിൻ്റെ അഥവാ 1.08% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 24,249 നിന്നും 131 പോയിന്റ് നഷ്ടത്തിൽ 24,117 അവസാനിച്ചിരിക്കുന്നത്. 24,000 ഒരു ഫൈനൽ സപ്പോർട്ടായിട്ട് പ്രതീക്ഷിച്ചെല്ലാവരും കാത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് അതിനടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നോക്കാം നമുക്ക് അവിടെ സപ്പോർട്ട് എടുക്കുമോ എന്നുള്ളത്. ദെൻ നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കുകളിൽ 13 ഇന്ന് ലാഭത്തിലും 37 നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയിൽ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 826 പോയിന്റിൻ്റെ നഷ്ടമാണ്. 3.31% നഷ്ടമാണ് കേവലം 5 ദിവസം കൊണ്ട് വന്നിരിക്കുന്നത്. ഈ മാസത്തിൽ 3.65% ഒരു ലോസാണ് നിഫ്റ്റിയിലുള്ളത്, 914 പോയിന്റിൻ്റെ. അതേപോലെ ഇന്ത്യ വിക്സ് 2.66% വർദ്ധിച്ചിട്ട് 16.6 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, അതുപോലെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. മറ്റ് ഇൻഡെക്സുകളിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 104 പോയിന്റ് മുന്നേറ്റത്തിൽ 50,157 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 75 പോയിന്റ് മുന്നേറ്റത്തിൽ 22,838 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 534 പോയിന്റ് നഷ്ടത്തിൽ 78,886 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 40 പോയിന്റ് നഷ്ടത്തിൽ 12,525 ക്ലോസ് ചെയ്തു. ദെൻ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $75.44 വർദ്ധിച്ചിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് $2,410 വർദ്ധിച്ചിട്ടുണ്ട്. USD INR റേറ്റ് മാറ്റമില്ലാതെ 83.96 തുടരുകയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് 2,626 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 577 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. അങ്ങനെ 2,049 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്ന് മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്. ഇതുവരെയായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 20,767 കോടിയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 19,520 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. അങ്ങനെ മൊത്തത്തിൽ 1,246 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇതുവരെയായിട്ട് മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമ ഇന്ന് 0.35% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. നിഫ്റ്റി ഫാർമ, മീഡിയ, ഫിൻ സർവീസസ്, പ്രൈവറ്റ് ബാങ്ക്, നിഫ്റ്റി ബാങ്ക് തുടങ്ങിയ സെക്ടറുകൾ മാത്രമാണ് ഇന്ന് ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ളത്. ETF വരുവാണെങ്കിൽ ഫാർമ ബീസും ഓട്ടോ ബീസും ഇന്ന് ഗ്രീനിൽ അവസാനിച്ചു. ബാക്കിയുള്ളതെല്ലാം തന്നെ റെഡിലും അവസാനിച്ചു. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ MRF ഇന്ന് 3.93% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 1,39,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ 1% എന്ന് പറയുമ്പോൾ തന്നെ 1,300 പോയിന്റിൻ്റെ അല്ലെങ്കിൽ 1,390 പോയിന്റിൻ്റെയൊക്കെ ഒരു മൂവ്മെൻ്റ് ആണ്. 1,390 രൂപയാണ് കേട്ടോ. ശരിക്കും ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് 1,39,893. അപ്പോൾ 3% എന്ന് പറയുമ്പോൾ 4,000-4,500 രൂപയോളം
അത് കയറിപ്പോയി എന്നാണ്. മിക്കവാറും ഒരു ഇൻട്രാഡേ ട്രേഡർ ബേസിക് ലെവലിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് ഒറ്റ ദിവസം കിട്ടുന്ന ഒരു ഇതായിരിക്കും, ഒരു ദിവസത്തെ കുറേ ട്രേഡുകളുടെ ഒരു ഫലമായിരിക്കും ഇതിനകത്ത് ഒറ്റ ദിവസം കൊണ്ട് MRF കയറിപ്പോയിരിക്കുന്നത്. അത്രയും വലിയൊരു ആനയാണത്. ദെൻ ഗ്രാസിം ഇന്ന് 3.6% ഹയസ്റ്റ് ലോസ് രേഖപ്പെടുത്തി. MRF ഭാരത് ഫോർജ്, ട്രെൻഡ്, ICICI GI, ICICI പ്രൂലി, ടാറ്റ മോട്ടോഴ്സ്, HDFC ലൈഫ്, SBI ലൈഫ്, ഓറ ഫാർമ, HDFC AMC, സിപ്ല, HDFC ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ഗ്രാസിം, ഏഷ്യൻ പെയിന്റ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, എംഫസിസ്, അപ്പോളോ ഹോസ്പിറ്റൽ, വോൾട്ടാസ്, ഇൻഫി, ജിന്ദാൽ സ്റ്റീൽ, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, പവർ ഗ്രിഡ്, JSW സ്റ്റീൽ, ബന്ധൻ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിൽ അവസാനിച്ചു. ദെൻ NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 966 സ്റ്റോക്കുകൾ ലാഭത്തിലും 1382 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 0.7 ആണ്. ഇത് ക്ലിയർലി ബെയറിഷ് ആണ് മൂവ്മെന്റ് സൂചിപ്പിക്കുന്നത്. 24,117 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ കേവലം 3 പോയിന്റ് മുകളിലായിട്ട് 24,120 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. 24,500 35 ലക്ഷമാണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത്. 24,000 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗും വന്നിട്ടുണ്ട്. 26 ലക്ഷമാണ് അത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.81 ആണ്. ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വേസ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. 50,157 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 33 പോയിന്റ് മുകളിലായിട്ട് 50,190 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നു. ദെൻ ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 51,017 ലക്ഷമാണ്. 50,000 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുണ്ട്. അത് 15 ലക്ഷമാണ്. ദെൻ നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന 300ഓളം കമ്പനികളുണ്ട്. അതിൽ നിന്ന് എനിക്ക് പരിചയമുള്ളത് ട്രെൻഡ്, സൈഡസ് ലൈഫ് സയൻസസ്, സൺ TV നെറ്റ്വർക്ക്, ഇനോക്സ് വിൻഡ്, ഇത്രയും കമ്പനികളാണ് എനിക്ക് പരിചിതമായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാൻ അതുമാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. കംപ്ലീറ്റ് പേരും എഴുതി വായിക്കുക എന്നുള്ളത് അരമണിക്കൂർ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ചൈന ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, മെക്സിക്കോ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, ഫ്രാൻസ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ജർമ്മനി ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, ഇത്രയും ഈവൻറ്റുകളാണ്, ഗ്ലോബൽ ഡാറ്റയാണ് നാളെ പുറത്തു വരാനുള്ളത്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്കിന്ന് ഡേ ലോയാണ് കിട്ടിയത്. മാർക്കറ്റ് ഇടയ്ക്ക് താഴെ ഓപ്പണായി, അതായത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ല, ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ തിരിച്ച് മുകളിലോട്ട് യെസ്റ്റർഡേ ഹൈ ടച്ച് ചെയ്തു. പിന്നീട് അവിടുന്ന് സ്ട്രൈറ്റ് ഫോളോ വന്നു. ഇന്ന് ഡേ ലോ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന 24,083 അവിടെ വരെ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് അവിടെ നിൽക്കുകയാണ്. നാളെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഉണ്ടാവുമോ അല്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണോ റിക്കവറി ആണോ എന്നൊക്കെയുള്ളത് നാളെ നമുക്കറിയാം. നിഫ്റ്റി 50-ൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതിനകത്ത് ഇനി ഫർദർ ഒരു ഫോളാണ് നമുക്ക് വരേണ്ടത്. ഏതെങ്കിലും രീതിയിൽ ഒരു ന്യൂസ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് തിരിച്ച് കയറിയേക്കാം. അല്ലെങ്കിൽ നാളെ മുതൽ മാർക്കറ്റ് ഫർദർ ഫോളിന് റെഡിയാവും. ഇവിടെ പ്രീവിയസ് മന്തിൻ്റെ ലോ ഉണ്ട്, അവിടെ ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ താഴോട്ട് പോകുന്നോളും. സെൻസെക്സും അതേ രീതിയിൽ തന്നെയാണ്. പ്രീവിയസ് മന്തിൻ്റെ ലോ കട്ട് ചെയ്തിട്ടുണ്ട്, ഇനി താഴോട്ട് ഇറങ്ങി വരണം. മറ്റൊന്നും തന്നെ അതിനകത്ത് കാണുന്നില്ല. ദെൻ മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് CPRന്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കാണ്. സോ അത് മുകളിലോട്ടോ താഴോട്ടോ തീരുമാനമാകുന്നവരെയും നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് നല്ലത്. ഫിനാൻസ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു എൻഗൾഫിംഗ് ആയിട്ടുള്ള രീതിയിൽ ഒരു കൺസോൾട്ടേഷനിൽ പോവുകയാണ്. സോ ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടാതെ നമുക്കൊന്നും ചെയ്യാൻ പ്രവചനം സാധ്യമല്ല എന്നുള്ളതാണ്. അതേപോലെ ബാങ്ക് എക്സും ആ രീതിയിൽ തന്നെയാണ്. ഈ മാസത്തെ ലോയിൽ പോയി നിന്നിട്ട് ഇങ്ങനെ കൺസോൾട്ടേഷനിലാണ്. ഒരു പക്ഷേ ഒന്നിൽ ഫർദർ ഫോൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ കൺസൾട്ടേഷൻ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് കയറി വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ നിഫ്റ്റി ഉണ്ടാവും. നിഫ്റ്റിയിൽ ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ ഇവിടെ നിന്ന് ഈ കൺസൾട്ടേഷൻ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറും. ഫിൻ നിഫ്റ്റി അതേ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ എൻഗൾഫിംഗ് പാറ്റേൺ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഹൈയും ലോയും ഏതെങ്കിലും ഒരെണ്ണം ബ്രേക്ക് ചെയ്യുന്നത് വരെയും ഇതിനെ അങ്ങ് വിടുന്നതാണെന്നല്ല, നോക്കി നിൽക്കാന്നേ ഉള്ളൂ, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ ഒരു വൈകുന്നേരം ഇത്രയൊക്കെയാണ് വിശേഷങ്ങളുള്ളത്. ഒരുപാട് പേര് എനിക്ക് ബിസിനസ്സിനെ കുറിച്ചും കാര്യങ്ങൾ ഇങ്ങനെ എൻക്വയറി അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പറ്റുന്ന രീതിയിൽ ഞാൻ വാട്സപ്പിൽ മറുപടി തരുന്നുണ്ട്. ഞാൻ പരമാവധി അല്ലെങ്കിൽ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മറുപടി തരാൻ ശ്രമിക്കാം. കാരണം പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫേവറബിളായിട്ട് അതോറിറ്റീസും മറ്റ് അതിൻ്റെ പരിവാരങ്ങൾ നീങ്ങുമ്പോൾ ഒരു റീറ്റെയിലറായി തനിയെ നിന്ന് യുദ്ധം ചെയ്താൽ വിജയിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കൺസെപ്റ്റ്, ഏറ്റവും വലിയൊരു കാര്യം നമുക്കിപ്പോൾ ചെയ്യാനുള്ളത്. സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതിനകത്ത് മന്ത്ലി 10%, 12% പ്രോഫിറ്റ് എടുത്തിട്ട് ഏത് കാലം നമുക്ക് ഒരു ഒരു വലിയ നിലയിലെത്താൻ സാധിക്കും എന്നുള്ളത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, വർഷത്തിൽ നിങ്ങൾക്ക് 15% എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല വെൽത്ത് ക്രിയേഷൻ നടക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഓവർനൈറ്റ് മില്യൺ അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് കോടീശ്വരനാകുക എന്ന കൺസെപ്റ്റ് നിങ്ങൾ ഒഴിവാക്കുക.
അതിന് പകരം പതുക്കെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ചെറിയൊരു വരുമാനം അതിൽ നിന്ന് ഇപ്പം കിട്ടുന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ആസ്തി വർദ്ധിക്കുകയും അത് വളർന്ന് വലിയൊരു എന്താ പറയുക ഫിനാൻഷ്യൽ ഫ്രീഡം എന്നൊരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും മാസം നിങ്ങൾക്ക് കാശ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പം നമ്മൾ ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്നവർ ഒരു ദിവസം 1 ലക്ഷം രൂപ വെച്ചിട്ട് 1 ലക്ഷം രൂപ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കും. ചില ദിവസങ്ങളിൽ അവർക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ പല ദിവസം ഇങ്ങനെ ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ് കണക്കൂട്ടുമ്പോൾ അവർ പറയും എനിക്ക് ഈ മാസം 10,000 രൂപ നഷ്ടമാണ്, അല്ലെങ്കിൽ 25,000 രൂപ നഷ്ടമാണ്. ചില ആൾക്കാർ വാഷ് ഔട്ടായി പോയിട്ടുണ്ടാവും. ഇനി അഥവാ ഒരു മാസം രക്ഷപ്പെട്ടാലും ഒരു 6 മാസം കഴിഞ്ഞ് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ട്രേഡർ അല്ലെങ്കിൽ റീറ്റെയിലർ നഷ്ടത്തിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ അയാൾ ട്രേഡിങ് മതിയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണം നമ്മൾ വലിയ പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ചെറിയ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ചെറിയ പ്രോഫിറ്റ് കോമ്പൗണ്ട് ചെയ്ത് വലിയൊരു പ്രോഫിറ്റ്. അതായത് നിങ്ങൾക്ക് ഒരു ദിവസം 1% പ്രോഫിറ്റ് എന്ന രീതിയിലാണ് നിങ്ങൾ പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാസത്തിൽ നിങ്ങൾക്ക് 20% എത്താൻ പറ്റും. 5 ദിവസം ഫെയിലായി പോയാലും ബാക്കി 15 ദിവസം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. എന്നാലും അടിപൊളിയാണ്. ഇപ്പോൾ 15% ഒരു മാസം ഉണ്ടാക്കാവുന്ന ഭയങ്കര സംഭവമാണ്. നമ്മൾക്ക് ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൽ 10,000 രൂപ ഇട്ടിട്ട് 10,000 രൂപ കിട്ടുമ്പോൾ 100% പ്രോഫിറ്റ് എന്ന കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആവുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്തായാലും ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പുതിയതായിട്ട് ഒരു കമ്പനിയിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ആ രീതിയിൽ ചിന്തിച്ച് അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകണം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് യൂണിറ്റിന് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടാനുണ്ട്, ഒരുപാട് രീതിയിൽ. അതുകൊണ്ട് മെച്ചം ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ താഴെയുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ വാട്സപ്പ് നമ്പർ കിട്ടും. അതിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ദെൻ ഒന്നും അറിയാത്ത ആളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് കാശ് കൊടുത്ത് യാതൊരു രേഖകളും ഇല്ലാതെ കാശ് കൊടുത്ത് ലക്ഷങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കരുത്. അതുപോലെ വലിയ പ്രോഫിറ്റ് വാഗ്ദാനം ചെയ്യുന്ന ആരുണ്ടെങ്കിലും അവർക്ക് ഒരിക്കലും നിങ്ങൾ അധ്വാനിച്ച കാശ് കൊടുക്കരുത്. അതായത് 20% മാസം തരാമെന്നോ 30% മാസം തരാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ സ്വപ്നം കാണുന്നത് മാത്രമാണ്. റിയാലിറ്റിയിൽ അത്രയൊന്നും എത്താൻ പറ്റില്ല. സോ ഇയർലി ഒരു 20% 25% വരെയും മാക്സിമം ഓഫറിങ് കിട്ടുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. 15% ഒരു ശരാശരിയാണ്. അതിൽ കൂടുതൽ ഓഫർ ചെയ്യുന്നതൊക്കെ ഒന്ന് കെയർഫുൾ ആവണം ഇയർലി. സോ മന്ത്ലി അപ്പോൾ ഒരു 1.5% 2% ഒക്കെ നിങ്ങൾക്ക് മാക്സിമം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അത്രയൊക്കെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ അത്രയൊക്കെ കിട്ടുള്ളൂ. സോ ആ രീതിയിൽ നോക്കുക. എന്നിട്ട് സേഫായിട്ട് നല്ല നിക്ഷേപങ്ങൾ നടത്തുക. ഭാവിയിലേക്ക് നല്ല രീതിയിൽ ചൂടുവയ്ക്കുക. ഓൾ റൈറ്റ്. അപ്പോൾ നമുക്ക് രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.